blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ പ്രോഗ്രാമുകൾ എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഉള്ളിൽ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഓരോ എപ്പിസോഡും ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഒത്തിരി പേർ ഈ എപ്പിസോഡുകളിലൂടെ വ്യൂവേഴ്സ് അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി അതേ സമയത്തും അല്ലാത്ത സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പേർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് ഈ എപ്പിസോഡിലൂടെ കർത്താവ് സ്പെഷ്യലായി ചില അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് ലോകം എമ്പാടുമുള്ള എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറേണ്ടതിന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ന്യൂയോർക്കിൽ നിന്നും ചെറിയൻ കെ ചാക്കോ ആൻഡ് ശോശമ്മ ചെറിയൻ. ഈ കുടുംബത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വലിയ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് സ്പോൺസർ ചെയ്ത ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചെറിയൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ധാരാളമായ പരിശുദ്ധാത്മാവിനെ കർത്താവ് തൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയുടെ കർത്താവ് കൈകളിലെടുത്ത് ഉപയോഗിക്കണമേ എന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. ആത്മീയമായി സകല നന്മകളാലും കർത്താവ് നിറയ്ക്കണമേ. ശോശമ്മ ചെറിയന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശാരീരികമായി ആത്മീയമായി സകല നിലകളിലും വിടുതലുകളും അനുഗ്രഹങ്ങളും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹൃദയത്തിൻ്റെ ആ പ്രശ്നം പരിപൂർണമായി സൗഖ്യമാകട്ടെ. ഡയബറ്റീസ് പരിപൂർണമായി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മകൻ ഫിലിപ്പ് ചെറിയന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തൻ്റെ മെഡിക്കൽ എക്സാം കർത്താവെ, അതിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ഏറ്റവും അനുഗ്രഹമാകട്ടെ. തൻ്റെ ജീവിതത്തിലെ ആങ്സൈറ്റി മാറിപ്പോകട്ടെ. ഏറ്റവും നല്ലൊരു ഭാവി കർത്താവെ നീ കൊടുത്ത് തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത മകൻ ജേക്കബ് ചെറിയന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തൻ ഡിപ്രഷനിൽ നിന്ന് പുറത്തു വരട്ടെ. ആങ്സൈറ്റി മാറിപ്പോകട്ടെ. തൻ്റെ ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി കർത്താവെ പരിപൂർണമായ വിടുതലിലേക്ക് വരട്ടെ. തൻ്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ നിലകളിലും തൻ്റെ വ്യക്തിത്വം വിടുതൽ പ്രാപിച്ച് അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവെ, മകൾ സൂസിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മീയ അനുഗ്രഹങ്ങളാൽ കർത്താവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. ആരോഗ്യ നിലവാരത്തിൽ കാക്കണമേ. ഈ കുടുംബത്തിൻ്റെ ഞങ്ങൾക്കറിയാവുന്നതും അറിയാത്തതുമായ എല്ലാ വിഷയങ്ങളും കർത്താവിലേക്ക് ഏൽപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. തുടർന്ന് ബാംഗ്ലൂരിൽ നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ എന്നുള്ള സന്ദേശമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിരവധി ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ എന്നുള്ളതും അതുപോലെ ബ്ലെസ്സിങ് സെൻറ്റർ എന്നുള്ളതുമായ മെസ്സേജുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നൽകപ്പെടുന്ന സന്ദേശം ആ സമയത്ത് അവിടെ ഇരിക്കുന്നവർ മാത്രമേ കേൾക്കുന്നുള്ളൂ. എന്നാൽ അത് ബ്ലെസ്സിങ് ടുഡേയിലൂടെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് പേർക്ക് അത് കേൾക്കാനും ആ വചനങ്ങൾ സത്യങ്ങൾ ഗ്രഹിക്കാനും കർത്താവ് സഹായിക്കും. അതുകൊണ്ടാണ് ഞങ്ങളിത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ബൈബിൾ എടുത്ത് നോട്ട്ബുക്ക് എടുത്ത് ഇതെല്ലാം കുറിച്ചെടുത്ത് ഈ വചനങ്ങൾ ധാരാളമായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരുവാൻ ശ്രമിക്കുക. വാച്ച് ദിസ്. Today I'm going to tell you something very, very important. ഞാൻ ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. All of us sitting here, we want to progress in life, we want to rise up in life, we want to get blessed. ഇവിടെ ഇരിക്കുന്ന നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിൽ
ഒരു ഉന്നമനം ഉണ്ടാകണം, ഒരു വർധനമുണ്ടാകണം, ഒരു അനുഗ്രഹം ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. And some of us, we struggle a lot. ചില ആളുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി ആ കാര്യത്തിൽ വളരെയധികം വിഷമിക്കുന്നവരാണ്. We pray a lot, we fast a lot, we ask people to pray, but nothing happens. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, ഒത്തിരി ദൈവത്തോട് ചോദിക്കുന്നു, മറ്റുള്ളവരോടും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു, എന്നിട്ടും ഒന്നും തന്നെ നടക്കുന്നില്ല. And finally, some people say there is a bondage in me. ഒടുവിലായിട്ട് ആളുകൾ പറയും, എനിക്കെന്തോ ബന്ധനമുണ്ട്, I am bound. ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. Is that true? ഇത് സത്യമാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉന്നമനം ഉണ്ടാകാതിരിക്കുമ്പോൾ അത് ബന്ധനമാണ് എന്ന് പറയുന്നത് സത്യമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. There are spiritual bondages. There are. നിശ്ചയമായിട്ടും ആത്മീകമായിട്ടുള്ള ബന്ധനങ്ങളുണ്ട്. So many people are bound. ഒത്തിരി ആളുകളും ആ ബന്ധനങ്ങളിൽ ബന്ധിക്കപ്പെട്ടിട്ടുമുണ്ട്. Once Jesus prayed for a lady who was for 18 years had a bent back. യേശു കർത്താവ് ഒരിക്കൽ 18 വർഷമായി കൂനിയായിരുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ച കഥ നാം വായിച്ചിട്ടുണ്ട്. Do you remember that? നിങ്ങൾ എത്ര പേര് അത് ഓർക്കുന്നുണ്ട്? She was brought to Jesus. യേശുവിന്റെ അടുക്കിലേക്ക് അവളെ കൊണ്ടുവന്നപ്പോൾ and Jesus healed her. യേശു കർത്താവ് അവളെ സൗഖ്യമാക്കി. And Jesus said, "Woman, you are loosed." എന്നിട്ട് യേശു പറയുകയാണ്, സ്ത്രീയെ, നിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കുന്നു. Means for 18 years she was in a bondage of the devil. കഴിഞ്ഞ 18 വർഷമായിട്ട് അവൾ ബന്ധനസ്ഥയായിരുന്നു. But Jesus came to set the captives free. എന്നാൽ യേശു വന്നത് ബദ്ധന്മാരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. Isn't that a good news? അതൊരു സദ്വർത്തമാനമല്ലേ? ആമേൻ. If any one of you sitting here, if you think that I am also in bondage, I have a good news for you. Jesus is here to set you totally free. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഞാനൊരു ബന്ധനത്തിലാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, യേശു കർത്താവ് നിങ്ങളെ സ്വതന്ത്രമാക്കാൻ ആഗ്രഹിക്കുന്നു. Hallelujah. Hallelujah. The power of Jesus will come upon you and you will be totally free. യേശുവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരികയും നിങ്ങൾ പൂർണ്ണമായി സ്വതന്ത്രമാകുകയും ചെയ്യും. And that is very, very simple. അത് വളരെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. Because all the bondages of the devil can be broken in the name of Jesus. കാരണം എല്ലാവിധമായിട്ടുള്ള ബന്ധനങ്ങൾക്കും സാത്താന്റെ ബന്ധനങ്ങൾക്കും യേശുവിന്റെ നാമത്തിൽ തകരപ്പെടാൻ സാധിക്കും. But there are something called legal bondages. എന്നാൽ ചില ബന്ധനങ്ങളെ ന്യായപ്രകാരമുള്ള ബന്ധനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. Meaning there are some illegal bondages and there are some legal bondages. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അന്യായമായിട്ടുള്ള ചില ബന്ധനങ്ങളുമുണ്ട്, ന്യായമായിട്ട് വരുന്ന ചില ബന്ധനങ്ങളുമുണ്ട്. If it is an illegal bondage, in the name of Jesus we can break it. അന്യായമായിട്ട് നിങ്ങൾ ഉൾപ്പെടാത്ത കാര്യത്തെ പ്രതി അന്യായമായിട്ട് നിങ്ങളുടെ മേലുള്ള ഒരു ബന്ധനമാണെങ്കിൽ യേശുവിന്റെ നാമം പറഞ്ഞാൽ മതി, ആ ബന്ധനം അഴിഞ്ഞ് നിങ്ങൾ സ്വതന്ത്രമാകും. But there are some legal bondages and the responsibility of the legal bondages is lying with us. എന്നാൽ ചില അന്യായമായിട്ടുള്ള ബന്ധനങ്ങളുണ്ട്. ഈ ന്യായമായിട്ടുള്ള ബന്ധനങ്ങൾ അത് നിങ്ങളിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. You are responsible for that. നിങ്ങളാണ് അതിന്റെ ഉത്തരവാദികൾ. You have to lose it. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് അതിനെ ആ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരേണ്ടത്, അതിനെ പൊട്ടിക്കേണ്ടത്. I'll give you an example. ഞാൻ ഉദാഹരണം പറയാം. How many of you have heard of the resurrection of Lazarus? ഈ ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് എത്ര പേർക്ക് അറിയാം? It was a premature death. അദ്ദേഹത്തിന്റെ മരണം എന്നുള്ളത് ഒരു അകാല മരണമായിരുന്നു. He had not lived his full life. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അദ്ദേഹം ജീവിച്ചു തീർന്നിട്ടില്ല. But before that he died. എന്നാൽ അതിനു മുൻപ് തന്നെ അദ്ദേഹം മരിച്ചു. On the 4th day Jesus showed up.
എന്നാൽ നാലാമത്തെ ദിവസമാണ് യേശു കർത്താവ് പ്രത്യക്ഷമായത്. To our calculations, Jesus came very, very late. നമ്മുടെ കണക്കുകൂട്ടലിൽ യേശു കർത്താവ് വളരെ വളരെ വൈകിയാണ് അന്ന് വന്നത്. But Jesus was right on time. എന്നാൽ സത്യത്തിൽ യേശു കർത്താവ് സമയത്തെത്തിയെന്ന് ഓർക്കണം. He came on time. അവൻ സമയത്തെത്തിച്ചേർന്നിരുന്നു. And you know what happened? എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? At the entrance of the tomb, Jesus did a very short prayer. യേശു കർത്താവ് ആ ഒരു ഗുഹാമുഖത്ത് കല്ലറയുടെ മുഖത്ത് നിന്നുകൊണ്ട് ഒരു കൊച്ചു പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്. And Jesus then called out, Lazarus, come out. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് യേശു കർത്താവ് ഉറക്കെ വിളിച്ചു, ലാസറേ പുറത്തു വരിക. Do you know what happened? എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? The Bible says ബൈബിൾ പറയുന്നു, the dead man മരിച്ച മനുഷ്യൻ came out with wrapped up hands and legs, and his face was covered with a cloth. നാം കാണുന്നു മരിച്ച മനുഷ്യൻ കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ടവനായി, മുഖം മുഴുവൻ ഒരു ശീല കൊണ്ട് പൊതിഞ്ഞവനായി, തുണി കൊണ്ട് പൊതിഞ്ഞവനായിട്ടാണ് മരിച്ച ലാസർ ഗുഹയിൽ നിന്ന് യേശുവിന്റെ ശബ്ദം കേട്ട് വെളിയിൽ വന്നത്. The Bible says with linen strips his hands and legs were bound, wrapped up. ബൈബിൾ പറയുന്നു കച്ചകൾ കൊണ്ട്, തുണികൾ കൊണ്ട് അവന്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരുന്നു. And his face had been covered like this. അവന്റെ മുഖം ഇതുപോലെ മറയ്ക്കപ്പെട്ടിരുന്നു. And his hands and legs were bound. അതുമാത്രമല്ല അവന്റെ കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ടതായിരുന്നു. Jesus cried out, Lazarus, come out. ആ കിടക്കുന്ന കിടപ്പിൽ കിടക്കുമ്പോഴാണ് യേശു കർത്താവ് ലാസറേ പുറത്തു വാ എന്ന് ഉറക്കെ വിളിച്ചു And പറയുന്നത്. the dead man came out. ഇതാ നോക്കൂ, മരിച്ച മനുഷ്യൻ കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തിറങ്ങി വന്നു. Meaning his face was still covered, and hands and legs, everything was wrapped up in linen cloth, tied up, bound. അവൻ പുറത്തു വന്നത് സാധാരണ രീതിയിൽ നടന്നുകൊണ്ടായിരുന്നില്ല. കാരണം അവന്റെ മുഖം മറച്ചിരുന്നു, അവന്റെ കൈകാലുകൾ കെട്ടിയിട്ടിരുന്നു. But before that, എന്നാൽ അതിനു മുൻപ് the bondages of death had bound him, and he was in the tomb. എന്നാൽ അവൻ കല്ലറയ്ക്കുള്ളിലായിരുന്ന സമയത്ത് യേശുവിന്റെ ശബ്ദം കേട്ട മാത്രയിൽ മരണത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞാണ് ഇപ്പോൾ അവൻ പുറത്തു വന്നിരിക്കുന്നത്. There was illegal bondages. ആ മരണത്തിന്റെ ബന്ധനം എന്നുള്ളത് അത് അകാല മരണമായതുകൊണ്ട് അതൊരു അന്യായ ബന്ധനമായിരുന്നു. And Jesus broke it. എന്നാൽ യേശു കർത്താവ് ആ അന്യായ ബന്ധനത്തെ അവിടെ അഴിച്ചു മാറ്റി. But when Lazarus came out, എന്നാൽ still bound, ലാസർ പുറത്തു വന്നപ്പോൾ, still bound when he came out, അവൻ പുറത്തു വന്നത് ചില ബന്ധനങ്ങളോട് കൂടിയാണ്. when he came out like that, അവൻ അതുപോലെ ബന്ധിക്കപ്പെട്ടവനായി പുറത്തു വന്നപ്പോൾ Jesus did not break these bondages. യേശു കർത്താവ് ആ ബന്ധനത്തെ യേശു അഴിച്ചില്ല. Jesus said, somebody go and loose all the bondages and let him go. പകരം യേശു പറഞ്ഞു, നിങ്ങൾ അവന്റെ കൈകാലുകളിലെ കെട്ടുകൾ അഴിക്കുക. It was man's duty. കാരണം ആ ബന്ധനം അഴിക്കേണ്ടത് മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ്. It was bound by man. കാരണം ആ കൈകാലുകൾ കെട്ടിയിട്ടത് അത് മനുഷ്യനായതുകൊണ്ട് അത് മനുഷ്യനാണ് അത് അഴിക്കേണ്ടത്. God will not lose it. അങ്ങനെയുള്ള ബന്ധനങ്ങളെ ദൈവം ഒരിക്കലും അഴിച്ചു മാറ്റുന്നില്ല. Did you get my point? നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട്? There are two kinds of bondages. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്, രണ്ട് തരത്തിലുള്ള ബന്ധനങ്ങളുണ്ട്. കൈ ഉയർത്തിയിട്ട് പറയാമോ? രണ്ട് തരത്തിൽ. Show the next person two kinds of bondages. അടുത്തിരിക്കുന്ന ആൾക്ക് രണ്ട് വിരൽ കാണിച്ചിട്ട് പറയുക, രണ്ട് ബന്ധനങ്ങൾ. Two kinds of bondages. രണ്ട് തലത്തിലുള്ള ബന്ധനങ്ങൾ. What are they? First one is illegal bondages. ആദ്യത്തേത് അന്യായമാണ്. Second one, legal bondage. രണ്ടാമത്തേത് ന്യായമായ ബന്ധനങ്ങൾ. All the illegal bondages will be handled by Jesus. എല്ലാവിധമായിട്ടുള്ള അന്യായമായ ബന്ധനങ്ങളെയും യേശു കർത്താവ് കൈകാര്യം ചെയ്യും. യേശു അത് മനുഷ്യരിൽ നിന്ന് എടുത്തു മാറ്റും. But all the legal bondages, we are responsible for that. We have to untie it. We have to break it. എന്നാൽ എല്ലാ
ന്യായമായ ബന്ധനങ്ങൾ എന്നാൽ എല്ലാ ന്യായമായ ബന്ധനങ്ങളുടെ കാര്യത്തിൽ നാം തന്നെയാണ് അതിനെ അഴിച്ചുവിടേണ്ടത്. Hallelujah. Hallelujah. If you got that point, shout a big 1000-volt hallelujah. മനസ്സിലായവർ കൈകൾ ഉയർത്തി ഒരു വലിയ, നേരത്തെ പറഞ്ഞ അത്രയും വോൾട്ടിലുള്ള ഒരു ഹല്ലേലൂയ പറയാൻ. Hallelujah. So I am going to tell you some legal bondages usually man do. സാധാരണയായിട്ട് മനുഷ്യൻ ചെയ്യുന്ന ചില ലീഗൽ അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള ചില ബന്ധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. Number 1, unforgiveness is a bondage, legal bondage. ഒന്നാമതായിട്ട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, unforgiveness. അത് ന്യായമായിട്ടുള്ള ബന്ധനങ്ങളുടെ കൂട്ടത്തിലെ ഒന്നാമത്തവനാണ്. If you are harboring unforgiveness to someone inside of your heart, that is a bondage, legal bondage, bound by, worked out by yourself. Jesus will never break it, you have to break it. നിങ്ങൾക്ക് ഇപ്പോൾ ആരോടെങ്കിലും ഒരു പകയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ ആ ഒരു പകയും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വച്ചു പുലർത്തുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു ബന്ധനമാണ്. ആ ബന്ധനം ന്യായപ്രകാരമുള്ള ബന്ധനമാണ്. ആ ബന്ധനത്തെ യേശു ഒരിക്കലും തകർക്കുകയില്ല. അത് നിങ്ങൾ തന്നെ നിങ്ങളിൽ നിന്ന് അഴിച്ചു മാറ്റേണ്ട ബന്ധനമാണ്. Do you agree? നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാമോ? ഈ അങ്കിളിനെ കുറച്ച് നാളായിട്ട് അയൺ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ഒരു കാര്യമുള്ളത് കൊണ്ട് അടുത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇദ്ദേഹം കൂടുതൽ ട്രാവലിംഗ് ഒക്കെ നടത്തുമ്പോൾ വല്ലാത്ത ക്ഷീണവും തളർച്ചയും എല്ലാം വന്നതുകൊണ്ട് തൻ്റെ ബോഡി ചെക്കപ്പിന് വേണ്ടി പോയിരുന്നു. ചെക്കപ്പിലൂടെ തനിക്ക് മനസ്സിലായി അയൺ ഡെഫിഷ്യൻസി, അയണിന്റെ അളവ് വളരെയധികം കുറവാണ്. കൂടുതൽ ചെക്കപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ അവർ കണ്ടുപിടിച്ചത് ഫെറിറ്റിൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ബോഡിയിലുണ്ട്. അതിന്റെ ലെവൽ വളരെയധികം ലോ ആണ്. അതാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ സപ്ലൈ കൂടുതലായിട്ട് നൽകുന്നത്. ഈ ഫെറിറ്റിന്റെ ലെവല് കുറഞ്ഞിരിക്കുന്നതോടെ തന്റെ ശരീരത്തിൽ ഓക്സിജൻ സപ്ലൈ അത് റെഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് തന്റെ ശരീരം പെട്ടെന്ന് ക്ഷീണിതനാകുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു കുട്ടി ജനിക്കുന്ന ഒരു കുട്ടിക്ക്, ഒരു ന്യൂ ബോൺ ബേബിക്ക് സാധാരണ 20 ആയിരിക്കും അതിന്റെ ലെവല്. അത് ഏതാണ്ട് 50ഓളം ആണ് അതിന്റെ ഒരു നോർമൽ ആകാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആ ലെവല് 8 മാത്രമായിരുന്നു. 8 ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വളരെ ക്ഷീണിതനായിരുന്നു. ഡോക്ടർ ഇതിനു വേണ്ടിയിട്ട് എൻഡോസ്കോപ്പി എല്ലാം പലതുമൊക്കെ ചെയ്തിരുന്നു, പക്ഷെ ഒന്നും കണ്ടുപിടിച്ചില്ല. ഒടുവിലാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ബാംഗ്ലൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. ആ സമയത്ത് ഫെബ്രുവരി 24 തീയതിയായിരുന്നു. അന്ന് ബ്രദർ ഡാമിൻ ഇങ്ങനെ പറഞ്ഞു, വയറിനകത്ത് പ്രശ്നമുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ആ വ്യക്തിയുടെ പേര് എൻഡ് ചെയ്യുന്നത് തോമസ് എന്ന പേരിലാണ്. അങ്ങനെ ഒരു വ്യക്തിയെ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ ഷിവർ ചെയ്യാൻ തുടങ്ങി, വിറയ്ക്കാൻ തുടങ്ങി. അതിനുശേഷം 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ചെക്കപ്പിന് പോകണമായിരുന്നു. കഴിഞ്ഞ ദിവസം ചെക്കപ്പ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന്റെ ലെവൽ 20 ആയിരിക്കുകയാണ്. 8 നിന്ന് പെട്ടെന്ന് 20യിലേക്ക് ഒരു കയറ്റം. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് യാത്ര ചെയ്യാനും മറ്റു എല്ലാ കാര്യങ്ങളും ഡോക്ടേഴ്സ് സമ്മതിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം യാത്ര ചെയ്യുന്നുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ശരീരത്തിന് ഒരു ക്ഷീണവും ഇല്ല എന്നാണ് ഈ പറയുന്നത്. ഈ 20 ഉള്ളൂ എന്നിൽ പോലും ക്ഷീണമൊന്നും അനുഭവിക്കാൻ പറ്റുന്നുമില്ല. ഫുൾ നെയിം Menacritical John Thomas. ജോർജ് തോമസ്. എൻഡ് ചെയ്യുന്നത് തോമസിലായിരിക്കും. Right. I lost the confidence because the blood was complete. I mean, it was not there. So I used to travel a lot, and I used to have a giddiness. So then I thought it's better to stop working. Then I attended this program. On that day, you called my name. Then I was feeling something different. Then I felt something I really healed. My stomach pain and all the thing was totally slowly reduced. Then I had the confidence of myself. Then I started now traveling. Then when I check up the blood again, I got the complete confidence. God healed me. Jesus healed me. Now you can travel. There is no exhaustion, nothing. I want to tell you, my daughter is a miracle baby. By prayer, she was born. My wife had a 5 miscarriage. She was a miracle baby. Great. Father, we thank you for this miracle. Let the healing and the health that you have given him, Lord, be there as long as he lives, oh Father. We bless him. In Jesus' name.
Amen. God bless you. Thank you, Cherian Uncle, for sponsoring today's episode. ഒത്തിരി പേർ അങ്കിളിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇനിയും പ്രാർത്ഥിക്കും. വലിയ കർത്താവെ, ഇന്ന് ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് കാണുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വലിയ അനുഗ്രഹങ്ങളാൽ ഓരോരുത്തരും നിറയട്ടെ. ആരുടെയൊക്കെയോ നെക്ക് പെയിൻ കർത്താവ് എടുത്തു മാറ്റുന്നു. കഴുത്തിൽ അസഹ്യമായ വേദനയാണ്. ചിലരൊക്കെ ഇങ്ങനെ കോളർ ധരിക്കുന്ന ഞാൻ കാണും. കഴുത്തിനും ഷോൾഡറിനുമുള്ള പെയിന് കോളർ ധരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവരെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കുകയാണ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരു വലിയ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. ഫിലിപ്പ് എന്ന പേരുള്ളൊരു സഹോദരനെ പ്രത്യേകിച്ച് കർത്താവിനെ കാണിക്കുന്നു. പലർ സൗഖ്യമാകുന്നുണ്ടെന്നാൽ ഈ ഒരു സഹോദരനെ പ്രത്യേകിച്ച് എന്നെ കാണിക്കുന്നത് കോളർ ഈ ദിവസങ്ങളിൽ ധരിക്കുന്ന ഒരു അങ്കിളാണ്, ഒരു സഹോദരനാണ്. ഇപ്പോൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ ഭാഗത്തിൽ വലിയ സൗഖ്യം നടക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്, ഇൻ ജീസസ് നെയിം. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ചൂട് ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ട്. പലരുടെയും ശരീരത്തിൽ അത് സൗഖ്യം നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. താങ്ക് യു ലോർഡ്. അതുപോലെ കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ആസ്മ രോഗികൾ സൗഖ്യമാകട്ടെ. ഹെർണിയ ബാധിച്ച പലരെയും കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. കുടല് പുറത്തേക്ക് ബൾജ് ചെയ്ത് വരുന്ന ആ രോഗത്തെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കുന്നു. താങ്ക് യു ലോർഡ്. അതുപോലെ ഹാർട്ടിൻ്റെ വാൽവ് കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് പൈതങ്ങൾ ജനിക്കട്ടെ. അത് യേശുവിൻ്റെ സാക്ഷ്യത്തിനായി മാറട്ടെ. താങ്ക് യു ജീസസ്. കാലിൻ്റെ പാദത്തിൽ നീരുള്ള ചില വ്യക്തികളെ കർത്താവിനെ കാണിക്കുന്നു. ഒത്തിരി നാളായിട്ട് അതുകൊണ്ട് അത് മാറുന്നില്ല. നടക്കുമ്പോഴെല്ലാം ബുദ്ധിമുട്ടായിട്ടാണ് നടക്കുന്നത്. അങ്ങനെയുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ. വേർഷിപ്പ് യു ഫാദർ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അത് നടക്കട്ടെ. ദൈവമേ, അതുപോലെ ഓരോ രോഗങ്ങളിൽ അലയുന്നവരെ കർത്താവെ കൈനീട്ടി ഇപ്പോൾ അങ്ങ് വിടുതൽ കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ നടക്കട്ടെ. വസ്തുവിനെ അല്ലെങ്കിൽ പുരയിടത്തെയൊക്കെ ചൊല്ലി തർക്കങ്ങളും കേസും അങ്ങനെ വല്ലാതെ മനപ്രയാസപ്പെട്ടിരിക്കുന്ന ചിലരെ കർത്താവ് കാണും. ചില സമയങ്ങൾക്ക് ശേഷം ഇതെല്ലാം വളരെ 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 നിങ്ങൾക്ക് അനുകൂലമായ രീതിയിലേക്ക് മാറാൻ പോവുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുക. താങ്ക് യു ലോർഡ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അസ്ഥികളിൽ പ്രയാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് അസ്ഥികൾ ദ്രവിച്ചു പോകുന്നത് പോലെ, പെട്ടെന്ന് പൊട്ടുന്നത് പോലെയുള്ള ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം സൗഖ്യമാകട്ടെ. ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്റ്റെപ്പായി അവർ പ്രോഗ്രസ് ചെയ്ത് നോർമൽ അവസ്ഥയിലേക്ക് വരട്ടെ. അങ്ങയുടെ നാമത്തിൽ കർത്താവെ, ഇപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവാത്ഭുതം ചെയ്യണമേ. അങ്ങയുടെ കൈകളിലേക്ക് ഈ അവസ്ഥകളും ഈ വ്യക്തികളെയും സമർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവ് ഒത്തിരി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മൾ ഇന്ന് കേട്ട സന്ദേശത്തിൻ്റെ തുടർച്ചയാണ് കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ബ്ലെസ്സിങ് ടുഡേ ടി പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടിട്ടില്ല ഒത്തിരി പേർ ഇനിയുമുണ്ട്. അവരോടൊക്കെ പറയണം. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നെങ്കിൽ അവരോട് പറയണം. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. Once again, welcome back to Bible in You. ഇന്നത്തെ ചോദ്യം, ജനനത്തിന് മുമ്പേ പേർ വിളിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി ആര്? Name the first person who was named before birth. Options: A. യേശു, B. ശിംശോൻ, C. ഇസ്മായേൽ, D. യോസേഫ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ SMS ചെയ്യുക.
നിങ്ങളുടെ ഉത്തരങ്ങൾ 9958 99959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ OM ബുക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചു തരുന്നതാണ്. നാളത്തെ ബൈബിൾ ആൻഡ് യു കാണാൻ മറക്കരുതേ. പ്രാർത്ഥനയ്ക്കും മറ്റു വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 422 111 0484 422 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.